ഹായ് ഹലോ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഒരു വ്ളോഗൊക്കെ ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ മിസ്സായി. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ കുളിച്ച് നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് വന്നേക്കാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വന്നേക്കാണ്. ഡാൻസിൻ്റെ തലേദിവസമാണ് ഗൈസ്. നമ്മളിപ്പം പ്രാക്ടീസിന് വന്നതാണ്. കുളിച്ച് നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഉറങ്ങിയിരുന്നു. ഇതാണ് എൻ്റെ സ്റ്റുഡൻസ് കുയിലും അമീഷയും. അവരുടെ കൂടെയാണ് ഞാൻ പ്രോഗ്രാം ചെയ്യണത്. കുയിലെന്നല്ല കേട്ടോ പേര്, വിഷ്ണുപ്രിയ എന്നാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും കുയിലെന്ന് വിളിക്കുക. എൻ്റെ ശബ്ദമൊക്കെ പോയിട്ടിരിക്കുകയാണ്. അതാണ് ഇടയ്ക്ക് ഒരു ചുമയൊക്കെ വരുന്നത്, ഒരു പനിയൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ മുകളിലായി. അങ്ങനെ ഞങ്ങൾ ദീപാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദ റിസോർട്ടിലാണ് പ്രോഗ്രാം ചെയ്യാറ്. അവിടെ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്കൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യണത്. അവിടെ ഞങ്ങളവിടെ ഒരു 1 അവറിൻ്റെ പ്രോഗ്രാം ആയിരുന്നു. ഒരു കൗത്തും ഒരു അരമണിക്കൂറിന് വരണം, പിന്നെ ഒരു ദേശത്തില്ലാനും 3 ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ പ്രാക്ടീസ് വീഡിയോ ആണ് നിങ്ങളെ കാണുന്നത്. ഫൈനൽ റിഹേഴ്സലാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താ മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്യണത്. എല്ലാ പ്രാവശ്യങ്ങളും മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്നാൽ പിന്നെ ഒന്ന് തന്നെ ചെയ്താക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരും സപ്പോർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേന്ന് വിചാരിച്ചിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഇനി ഒന്നിലൊരു കുറവ് വേണ്ട. അപ്പോൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതാ ഞാൻ തന്നെ പിന്നെ എൻ്റെ ബേസ് തന്നെ ഇടാൻ തുടങ്ങി. ഞാനാകെ പനിയൊക്കെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അതാണ് ഈ കോലം. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നടപടിയായില്ല. വേറെ ഒന്നുമല്ല, ഞങ്ങൾ തനിയെ ചെയ്തുകൊണ്ടേ ഹറിബറി ആയിപ്പോയി. പിന്നെ ഇത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുക എന്നുള്ള അത് മാത്രമായി ഞങ്ങളുടെ മനസ്സിൽ. ഇതിപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന ഏരിയയാണ്. അതാണ് അവിടുത്തെ ദീപക് സാറ്, ദീപാഞ്ജലിയിലെ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടന്നു. സാറ് വീഡിയോ എടുത്തിരുന്നു. പ്രോഗ്രാമിൻ്റെ വീഡിയോ അവർ നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തത്. അവിടെ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. പ്രോഗ്രാം കഴിഞ്ഞത് ആ വീടെത്തി. ഇനിയാണ് ഗൈസ് ശരിക്കുള്ള ടാസ്ക്. വേറെ ഒന്നുമല്ല, പോകുമ്പോൾ എല്ലാം കൂടെ വലിച്ച് വാരിയിട്ടിട്ടാണ് പോയി. ഇതൊക്കെ അടക്കി പറക്കി വെക്കണം. അതിനെനിക്കിത് അമീഷ ടാറ്റ ബൈ പറഞ്ഞ് പോവാണ്. കുയിലുള്ളിൽ ഇരുന്ന് മാറുന്നുണ്ട്. അങ്ങനെ ഞാനിരുന്നു. ഇനി ഇത് സാധനങ്ങളൊക്കെ കഴിക്കുക. ഇതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഗ്രാം ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടില്ല. ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ള പരിപാടിയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ഒന്നാമത് നമ്മൾ ടയേർഡായിരിക്കും. പിന്നെ ഇതിപ്പോൾ തന്നെ എല്ലാം കെട്ടി വെച്ചുകൊണ്ട് ഇത് അഴിഞ്ഞു പോരുന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിലൊക്കെ കെട്ടിപ്പൊട്ടി വെച്ചേക്കാം. എവിടെ നിന്നാണ് കെട്ടിനെ തുടക്കുന്നൊന്നും അറിയില്ല. എൻ്റെ കഷ്ടപ്പാട് കണ്ടത് ആ വച്ചു സഹായിക്കാൻ വന്നു. അവൾക്കും പറ്റാണ്ടായപ്പോൾ അവസാനം കത്രിയൊക്കെ എടുത്ത് മുറിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുടി മുറിച്ചോ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ അത് ഏകദേശം കെട്ടുകളൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു സമാധാനമായി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ മുഖത്ത് ഫേസിലൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. എണ്ണ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യാറെല്ലാതും. അങ്ങനെ എണ്ണ കൊണ്ടുത്തന്നു. അങ്ങനെ ഞാൻ എണ്ണ വെച്ചതാ ആദ്യം ഐബ്രോസ് മായ്ച്ചു, പിന്നെ കൺമഷിയാണ് മായ്ക്കാറ്. പക്ഷേ ഞാൻ നെറ്റിമ തന്നെ മായ്ക്കാൻ തുടങ്ങി. ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒരു 1-2 ദിവസത്തേക്ക് മുഖമാകെ ഡള്ളായിട്ടിരിക്കും. എന്താണെന്നറിയില്ല, എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഈ ടാനും പെട്ടെന്ന് അടിക്കുന്ന സ്കിൻ എൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ വിഷമിക്കുമ്പോൾ അമ്മ ചോദിക്കും എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് വെളുത്തിരിക്കാനല്ല, എനിക്കൊന്ന് ടാൻ ഇല്ലാണ്ട് ക്ലിയർ സ്കിന്നായിട്ടിരുന്നാൽ മതി. അയ്യോ, നമ്മളിതാ പെട്ടെന്ന് വിഷയത്തിൽ നിന്നും തെന്നിമാറി. അങ്ങനെ ഫേസൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ കുളിക്കുക ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരുവിധം മാച്ച് കഴിഞ്ഞു. ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി. ഫോട്ടോ വീഡിയോ ഒക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യവും ഇതൊന്നും അല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടാ.